Dear children, welcome back to English class. In the last class, we have seen a short incident of a great man. Don't you remember that great man? ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ അബ്രഹാം ലിങ്കന്റെ കുട്ടിക്കാലത്തെ ഒരു ചെറിയ സംഭവത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഹി ഈസ് വെരി കോൺഫിഡൻറ്റ് ആൻഡ് കറേജിയസ് ബോയ്. ശരിക്കും ധീരനും ആത്മവിശ്വാസിയുമായ അത്രയും ഒരു കുട്ടി. അവൻ്റെ കഴിവുകളെ തിരിച്ചറിയാൻ അവൻ്റെ ഫ്രണ്ടിന് സാധിച്ചു. ആ കഴിവുകൾ തിരിച്ചറിഞ്ഞത് കാരണമാണ് ഹി ബിക്കെയിം സക്സസ്ഫുൾ. അദ്ദേഹത്തിൻ്റെ ലൈഫിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും നേട്ടം ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ വി ഹാവ് എ ലോട്ട് ഓഫ് ടാലൻസ്. നമുക്കും നമ്മൾ തിരിച്ചറിയാൻ പറ്റാത്ത ഒരുപാട് കഴിവുകൾ ഉണ്ടാവാം. ആ കഴിവുകൾ തിരിച്ചറിഞ്ഞ് ആ കഴിവിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് വി ഹാവ് സക്സസ് ഇൻ അവർ ലൈഫ്. നമുക്ക് എന്ത് കിട്ടുന്നത്? നമ്മുടെ ജീവിതത്തിൽ വിജയം കിട്ടുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എന്താ വേണ്ടത്? നമ്മുടെ ടാലൻസിനെ, അതായത് കഴിവുകൾ എന്തൊക്കെയാണ് നമ്മൾ കണ്ടെത്തണം. കഴിവുകൾ കണ്ടെത്താത്തതും അതിനനുസരിച്ച് പ്രവർത്തിക്കാത്തതുമായിട്ടുള്ള ആൾക്കാർ മുഴുവനും ജീവിതത്തിൽ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. Now we are going to study a story of a young seagull who was afraid to fly. ശരിക്കും പറക്കാൻ പേടിയുള്ള ഒരു കടൽക്കാക്കയുടെ കഥയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. സ്റ്റോറി എഴുതിയിരിക്കുന്നത് ആരാണ്? ലിയാമോ ഫ്ലഹേർട്ടി. ഇറ്റ് ഈസ് വെരി ഹൈലി മോട്ടിവേഷണൽ സ്റ്റോറി. ഒരു നല്ലൊരു മോട്ടിവേഷണൽ, ഒരു ഇൻസ്പിറേഷൻ അടങ്ങിയിരിക്കുന്ന, അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. ഈ സ്റ്റോറിയുടെ മെസ്സേജ് തന്നെ എന്താണ്? വി ഹാവ് ടു ബി കറേജിയസ്, കോൺഫിഡൻസ് ആൻഡ് സെൽഫ് റിലയൻറ്റ് ഇഫ് വി ആർ ടു സക്സീഡ് ഇൻ ലൈഫ് എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്താവണം? കറേജിയസ് ആവണം. കറേജിയസ് എന്നാൽ നമ്മൾ ധൈര്യമുള്ളവരാകണം. അതോടൊപ്പം തന്നെ നമുക്ക് കോൺഫിഡൻസ് കിട്ടണം. പിന്നെ സ്വയം നിലനിൽക്കാനുള്ള ഒരു കപ്പാസിറ്റി നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയും വേണം. അപ്പം അതിനൊക്കെ വേണ്ടത് ഫസ്റ്റ് വി ഹാവ് ടു ഐഡൻറ്റിഫൈ അവർ ടാലൻറ്റ് എന്നുള്ളതാണ്. നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന കഴിവുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരണം. കൂടാതെ നമുക്ക് ഒരുപാട് പൊട്ടൻഷ്യാലിറ്റീസ് ഉണ്ടാവും. അതായത് ജന്മനാ കിട്ടുന്ന ഒരുപാട് കഴിവുകൾ ഉണ്ടാവാം. ആ കഴിവുകളെ നമ്മൾ പരിപോഷിപ്പിക്കണം. അതിന് സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നവരെ നമ്മൾ അനുസരിക്കണം. അപ്പോൾ നമുക്ക് ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ പ്രോത്സാഹിപ്പിക്കാനും. അവരുടെ വാക്കുകളൊക്കെ കേൾക്കുക. ആ വാക്കുകൾ കേട്ടതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക? ജീവിതത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വി ഹാവ് ടു ബി സക്സസ്. നമുക്ക് എന്ത് കിട്ടും? നല്ലൊരു വിജയം കിട്ടും. അതാണ് സ്റ്റോറിയുടെ മെസ്സേജ് തന്നെ പറയുന്നത്. കോൺഫിഡൻ്റ് ആയിരിക്കുക എന്നുള്ളതാണ്. കോൺഫിഡൻ്റ് ആവാൻ വേണ്ടിയിട്ട് ബിൽഡിംഗ് കോൺഫിഡൻസ് ആൻഡ് സെൽഫ് റിലയൻസ് ഇൻ യങ്സ്റ്റേഴ്സ്. അപ്പോൾ ശരിക്കും നമ്മുടെ മനസ്സിലൊരു കോൺഫിഡൻസ് ഉണ്ടാക്കി തീർക്കുക. അതോടൊപ്പം തന്നെ സ്വയം നിലനിൽക്കാനുള്ളൊരു കപ്പാസിറ്റി നമ്മൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. ഇനി സ്റ്റോറിയുടെ ഓഥറിലേക്ക് കിടക്കാം. ഹു ഈസ് ദ റൈറ്റർ ഓഫ് ദ സ്റ്റോറി? പറഞ്ഞു, ലിയാമോ ഫ്ലഹേർട്ടിയാണ്. ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ ലിയാമോ ഫ്ലഹേർട്ടി ഒരു ഐറിഷ് നോവലിസ്റ്റ് ആണ്. ഹി വാസ് ബോൺ ഓൺ 28 ഓഗസ്റ്റ് 1896. 1896 ഓഗസ്റ്റ് 28 ജനിച്ച് 1984 സെപ്റ്റംബർ 7 അദ്ദേഹം മരിക്കുന്നത്. ഒരു മേജർ ഐറിഷ് നോവലിസ്റ്റ് ആണെന്ന് പറഞ്ഞു. കൂടാതെ ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആണ്. ആൻഡ് മസ്റ്റ് ബി റാങ്ക്ഡ് ആസ് വൺ ഓഫ് ദ ഫോർമോസ്റ്റ് സോഷ്യലിസ്റ്റ് റൈറ്റേഴ്സ് ഇൻ ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദി 20th സെഞ്ചുറി. 20ാം നൂറ്റാണ്ടിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ അദ്ദേഹം ഏറ്റവും അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരിലേക്ക് അദ്ദേഹത്തിന്റെ സ്ഥാനം ഉയർത്തിയിരുന്നു. റൈറ്റിംഗ് അബൌട്ട് ദ കോമൺ പീപ്പിൾസ് എക്സ്പീരിയൻസ്. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്നാൽ എന്താണ്? ഹി റൈറ്റ്സ് അബൌട്ട് ദി കോമൺ പീപ്പിൾസ് എക്സ്പീരിയൻസ് ആൻഡ് ഫ്രം ദെയർ പെർസ്പെക്റ്റീവ്. അപ്പോൾ ശരിക്കും സാധാരണക്കാരുടെ ജീവിതത്തിലൂടെയാണ് അദ്ദേഹം എഴുതിയിരുന്നത്. സാധാരണക്കാരുടെ ജീവിതത്തിന്റെ ഓരോ വീക്ഷണങ്ങൾ പഠിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിന്റെ ലൈഫ് സ്റ്റൈൽ നോക്കിയിട്ടാണ് അദ്ദേഹത്തിന്റെ സ്റ്റോറീസ് ഒക്കെ എഴുതിയിരിക്കുന്നത്. ഇവിടെ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളെ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്സ് റിലേറ്റ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഡിപെൻഡൻസ് ആൻഡ് സെൽഫ് കോൺഫിഡൻസ്.
ജീവിതത്തിൽ ആത്മവിശ്വാസത്തിനും സ്വാതന്ത്ര്യത്തിനും ഇൻഡിപെൻഡൻസ് ആവുന്നതിനും എത്രമാത്രം പ്രാധാന്യം ഉണ്ട് എന്നതാണ് നമ്മുടെ സ്റ്റോറിയുടെ മെസ്സേജ്. ദ മെസ്സേജ് ഓഫ് ദ സ്റ്റോറി ഈസ് ടു, അതന്നെയാണ് ശരിക്കും നമുക്ക് ഈ സ്റ്റോറിയുടെ മെസ്സേജ് എന്ന് പറഞ്ഞാലും, വി ഹാവ് ടു ബി കറേജിയസ്, കോൺഫിഡൻസ് ആൻഡ് സെൽഫ് റിലയൻറ്റ് ഇഫ് യു ആർ ടു സക്സീഡ് ഇൻ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ വിജയം കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? കോൺഫിഡൻസ് ആവണം, ധൈര്യം വേണം, അല്ലെ? ആത്മവിശ്വാസവും ധൈര്യവും ഇല്ലാത്ത ഒരാളും ഒരിക്കലും എന്ത് ചെയ്യില്ല, സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവുണ്ടാക്കുകയോ അതുപോലെ തന്നെ സ്വതന്ത്രമായി ജീവിക്കാനുള്ള ഒരു തൻ്റെ ഇടം അവർക്കുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വി ഹാവ് ടു ബി ഐഡന്റിഫൈ അവർ ടാലന്റ്. നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടെത്തണം. അത് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ അല്ലെങ്കിൽ ആരെയും പേടിക്കാതെ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ നമ്മൾ ജീവിതകാലം മുഴുവനും എന്തായിരിക്കാം? മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരും, മറ്റുള്ളവരുടെ അടിമകളെ പോലെ തന്നെ ജീവിക്കേണ്ടി വരും. In the story, his books are famous for their psychological vision into the problems of life and the ways of overcoming them. ലിയാമോ ഫ്ലേഹർട്ടിയുടെ ബുക്സ് സൈക്കോളജിക്കൽ വിഷൻ ഇൻ ടു ദ പ്രോബ്ലം, അതിൽ ഫേമസ്, അത് പ്രശസ്തമാവാനുള്ള കാരണം തന്നെ ജീവിതത്തിൽ നേരിടുന്ന ഓരോ പ്രശ്നങ്ങളും എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിന് ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള വീക്ഷണം അദ്ദേഹം നൽകുന്നുണ്ട്. അതാ പറഞ്ഞത് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞത് യങ് സീഗൽ, ഒരു കടൽ കാക്കയുടെ കഥയാണ്. ആ കടൽ കാക്കയുടെ കഥയിലൂടെ നമുക്ക് തരുന്നത് ദ റൈറ്റർ സ്ട്രെസ്സസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് എസ്റ്റീം ആൻഡ് സെൽഫ് റിലയൻസ്. എങ്ങനെ നമ്മൾ സ്വയം പര്യാപ്തത നേടുന്നത് നമ്മൾ എങ്ങനെ, അതല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള കീ പോയിന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നൽകുന്നത്. അപ്പൊ ഈ സ്റ്റോറിയുടെയും അതുപോലെ തന്നെ റൈറ്ററുടെയും ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞല്ലോ. റൈറ്ററുടെ ഒരു ഇന്റൻഷൻ, അതായത് ഉദ്ദേശം തന്നെ എന്താണ്? നമ്മളെ ആരാക്കി തീർക്കണം എന്നുള്ളതാണ്. ടു ബി കറേജിയസ് ആൻഡ് ഇൻഡിപെൻഡന്റ്, അല്ലെ? നമ്മൾ ശരിക്കും സ്വന്തം കാലിൽ നിൽക്കാൻ കഴിവുള്ള ഒരു വ്യക്തികളാക്കി മാറ്റുക. കൂടാതെ ബിൽഡിംഗ് കോൺഫിഡൻസ്, നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാൻ ഉള്ള ഒരു മെസ്സേജ് കൂടിയാണ് ഈ സ്റ്റോറിയിൽ അദ്ദേഹം പറയുന്നത്. നൗ ലുക്ക് അറ്റ് ദ സ്റ്റോറി. ഇനി സ്റ്റോറിയിലേക്ക് കിടക്കാം. വാട്ട് ഈസ് ദ ടൈറ്റിൽ ഓഫ് അവർ സ്റ്റോറി? ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ആദ്യത്തെ പറക്കലാണ്. അവന്റെ ആദ്യത്തെ പറക്കൽ എന്ന് പറയുമ്പോൾ ആരാ അവിടെ ഹിസ് വരുന്നത്? പറഞ്ഞു സ്റ്റോറിയുടെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് യങ് സീഗലാണ്. യങ് സീഗൽ എന്ന് പറഞ്ഞാൽ കടൽ കാക്ക. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റിലെ ഹിസ് ആരായിരിക്കാം ഇവിടെ? ഹു ഈസ് ദ സെൻട്രൽ ക്യാരക്ടർ ഓഫ് ദ സ്റ്റോറി? ആരുടെ കഥയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? യങ് സീഗൽ. യങ് സീഗൽ എന്ന് പറഞ്ഞ ഒരു കടൽ കാക്ക. ഈ കടൽ കാക്കയുടെ സ്റ്റോറിയാണ്. കടൽ കാക്കയുടെ പ്രത്യേകത ദാറ്റ് വാസ് അഫ്രൈഡ് ടു മേക്ക് ഇറ്റ്സ് ഫസ്റ്റ് ഫ്ലൈറ്റ്. അതിന്റെ ആദ്യത്തെ പറക്കൽ തന്നെ അതിന് പേടിയായിരുന്നു എന്നുള്ളതാണ്. ആൻഡ് ഹൗ ഇറ്റ്സ് പാരന്റ്സ് ഗോഡഡ് ഇറ്റ് ഇൻ ടു ആക്ഷൻ thereby equipped to face the challenges of life. അവനെ കൈപിടിച്ച് മുന്നോട്ട് നയിച്ചതും അതുവഴി ജീവിത വെല്ലുവിളികളെ നേരിടാൻ പ്രാപ്തനാക്കിയതും അവന്റെ മാതാപിതാക്കളായിരുന്നു. ഗോഡഡ് ഇൻ ടു ആക്ഷൻ. ഗോഡഡ് മീൻസ് നിർബന്ധിക്കുക, അതല്ലെങ്കിൽ പ്രേരിപ്പിക്കുക. എന്തിന്? ഓരോ പ്രവർത്തനത്തിനും അവനെ പ്രേരിപ്പിക്കുന്നതും അതുവഴി എക്യുപ്ഡ്, അവനെ സജ്ജനാക്കുക, നേരിടാനുള്ള പ്രാപ്തനാക്കുക. എന്തിന്? ഫേസ് ദ ചാലഞ്ചസ്. ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ നമ്മൾ നേരിടേണ്ടി വരും. ആ വെല്ലുവിളികൾ നേരിടുമ്പോഴൊക്കെ അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ എടുക്കാൻ നമ്മളെ പ്രാപ്തനാക്കുന്ന ഒരാളുണ്ടാവും നമ്മുടെ പിന്നിൽ. നമുക്കെപ്പോഴും സപ്പോർട്ടീവായിട്ടും അതുപോലെ തന്നെ പ്രോത്സാഹനം തരുന്ന നമുക്ക് ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ടാവും. അവര് പറയുന്നതിനനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാലേ നമ്മുടെ ജീവിതത്തിൽ വിജയം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ, അല്ലെ? അപ്പൊ അതുപോലെ തന്നെ ഇവിടെ യങ് സീഗലിന്റെ പാരന്റ്സ് എത്രമാത്രമാണ് യങ് സീഗലിനെ പ്രോത്സാഹിപ്പിക്കുന്നത്, അവനെ മോട്ടിവേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കഴിവുകൾ ഉള്ളവരുണ്ടാവാം, അത് മറച്ചു വെക്കുന്നവരുണ്ടാവാം. അവരുടെ പിന്നിലൊക്കെ ഒരു പ്രോത്സാഹനം കൊടുക്കുക, അതല്ലെങ്കിൽ ജസ്റ്റ് ഒരു മോട്ടിവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ദേ വിൽ ബിക്കം സക്സസ്. അവരെന്തായിട്ട് മാറും? ജീവിതത്തിൽ അവർക്ക് വിജയം കണ്ടെത്താൻ സാധിക്കും, അവർ സക്സീഡ് ആവുകയും ചെയ്യും. അപ്പോ സ്റ്റോറിയിലേക്ക് നോക്കിയേ. ഫസ്റ്റ് പാരഗ്രാഫ്. The young seagull was alone on his ledge. His two brothers and his sisters had already flown away the day before. He had been afraid to fly with them. Somehow, when he had taken a little run forward to the brink of the ledge and attempt to flap his wings, he became afraid.
The great expanse of sea stretched down beneath, and it was such a long way down, miles down. He felt certain that his wings would never support him. So he bent his head and ran away back to the little hole under the ledge where he slept at night. What is the meaning of these sentences? What is the idea of this paragraph? The young seagull was alone on his ledge. യങ് സീഗൽ, ഒരു കൊച്ചു കടൽക്കാക്ക, അങ്ങനെ തന്നെ പറയാം. ആ കടൽക്കാക്ക, അതാണ് നമ്മുടെ ഹീറോ കേട്ടോ. ആ കൊച്ചു കടൽക്കാക്ക പാറയിടുക്കിൽ തനിച്ചായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇവിടെ ലെഡ്ജ് എന്ന് പറഞ്ഞാൽ നാരോ പ്രൊജക്ഷൻ ഫ്രം എ വെർട്ടിക്കൽ സർഫേസ്. ആ പിക്ചറിൽ കാണുന്ന ഈ സ്ഥലം, ഇതാണ് ലെഡ്ജ്. നമ്മൾ ശരിക്കും കിഴക്കാൻ തൂക്കായ പാറക്കെട്ട് എന്നൊക്കെ പറയാറുണ്ട്. ഇതുപോലത്തെ സ്ഥലങ്ങൾക്കാണ് നമ്മൾ എന്ത് പറയാ, ലെഡ്ജ് എന്ന് പറയുന്നത്. അപ്പൊ എവിടെയായിരുന്നു കടൽക്കാക്ക ഉണ്ടായിരുന്നത്? ലെഡ്ജിൽ. അപ്പൊ നമുക്ക് ക്യാരക്ടറിനെ കിട്ടിക്കഴിഞ്ഞു, അതുപോലെ തന്നെ സ്റ്റോറി നടക്കുന്ന പ്ലേസ് കിട്ടിക്കഴിഞ്ഞു. റിവ്യൂ ഒക്കെ എഴുതുമ്പോൾ അതൊക്കെ വേണ്ടി വരും. അപ്പോൾ ഹു ഈസ് ദ ക്യാരക്ടർ ഓഫ് ദ സ്റ്റോറി? ദ യങ് സീഗൾ. സ്പെല്ലിംഗ് ഒക്കെ നേരെ നോക്കുക. ദെൻ വെർ ഈസ് ദ പ്ലേസ്? ഓൺ ഹിസ് ലെഡ്ജ് അല്ലെ. ഇനി വേറെ ആരൊക്കെയാണ് കഥയിലുള്ളത് എന്നാണ്. ഹിസ് 2 brothers ആൻഡ് ഹിസ് സിസ്റ്റേഴ്സ്. വേറെ ആരൊക്കെയുള്ളത്? ഇപ്പൊ രണ്ടാളെ മനസ്സിലായല്ലോ. അദ്ദേഹത്തിന്റെ 2 ബ്രദേഴ്സും ആൻഡ് ഹിസ് സിസ്റ്റർ ഹാഡ് ഓൾറെഡി ഫ്ലോൺ എവേ ദ ഡേ ബിഫോർ എന്നാണ് പറഞ്ഞത്. അവന്റെ 2 സഹോദരന്മാരും ഒരു സഹോദരിയും ഇതിനോടകം തന്നെ പറന്നകന്നിരുന്നു. ഡേ ബിഫോർ എന്ന് പറഞ്ഞാൽ യെസ്റ്റർഡേ അല്ലെ, ഇന്നലെ തന്നെ പറന്നിരുന്നു. He had been afraid to fly with them. പക്ഷെ അവന്റെ പ്രശ്നം എന്താണ്? അവരുടെ ഒപ്പം പറക്കാൻ ഭയമായിരുന്നു നമ്മുടെ സീഗലിന്. Somehow when he had afraid to the brink of the ledge and attempted to flap his wings. ശരിക്കും പറയാം, അവൻ നിൽക്കുന്ന ആ പാറക്കെട്ട്, അതിന്റെ അറ്റത്തേക്ക്, ബ്രിങ്ക് ഓഫ് ദ ലെഡ്ജ്, ബ്രിങ്ക് മീൻസ് എൻഡ്, അതിന്റെ അറ്റം, അതിന്റെ ആ ലെഡ്ജിന്റെ അറ്റത്തേക്ക് നീങ്ങി തന്റെ ചിറകുകൾ ഫ്ലാപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ചിറകുകൾ വിടർത്തുക. ടു അറ്റംപ്റ്റ്, അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. ആ കടൽക്കാക്ക പാറയുടെ അറ്റത്തേക്ക് വന്നിട്ട് അതിന്റെ ചിറകുകൾ വിടർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഹി ബിക്കെയിം അഫ്രൈഡ്. പക്ഷെ അപ്പത്തിന് അവൻ എന്താണ്? പേടിയാണ്. ആ പേടി കാരണം അവൻ ചിറക് വീണ്ടും, അവൻ എന്ത് കണ്ടിട്ടാണ് പേടി തോന്നുന്നത്? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കേട്ടോ. വൈ വാസ് ദ യങ് സീഗൽ അഫ്രൈഡ് ടു ഫ്ലൈ? ഇപ്പൊ നിങ്ങൾക്കും തോന്നുന്നില്ലേ എന്തിനാ ഈ സീഗൽ പേടിക്കുന്നത് എന്നുള്ളത്? എന്താ അവന്റെ കാരണം? ദ ഗ്രേറ്റ് എക്സ്പാൻസ് ഓഫ് സീ സ്ട്രെച്ച്ഡ് ഡൗൺ ബെനീത്ത്. അതാണ് അവന്റെ പ്രശ്നം. എന്താണ് ശരിക്ക്? അവന്റെ ചിറകിന് താഴെ പരന്നു കിടക്കുന്ന വിശാലമായ കടൽ. അത് കണ്ടപ്പോ തന്നെ അവന് പേടിയായി. അതാണ് സ്ട്രെച്ച്ഡ് ഡൗൺ ബെനീത്ത്. അപ്പൊ ബിലോ ഹിം, അപ്പൊ അവന് താഴെ തന്നെ എന്തുണ്ട്? ദ ഗ്രേറ്റ് എക്സ്പാൻസ് ഓഫ് സീ, വിശാലമായ സമുദ്രം. ആൻഡ് ഇറ്റ് വാസ് സച്ച് എ വേ ലോങ് ഡൗൺ. ആ സമുദ്രത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാലോ, ഒരുപാട് ആഴമുണ്ടായിരുന്നു. അതും മൈൽസ് ഡൗൺ, വളരെ താഴ്ച ഉണ്ടായിരുന്ന ഒരു കടല്. കടല് എന്ന് പറഞ്ഞാൽ പിന്നെ അറിയേണ്ട ആവശ്യമില്ല. അപ്പൊ അവന്റെ ഒന്നാമത്തെ പേടി മനസ്സിലായി. എന്താണ്? മുന്നിൽ കാണുന്ന ഒരു തടസ്സം അല്ലെ, അവന് നേരിടേണ്ടി വരുന്ന ഒരു വെല്ലുവിളിയാണ് ആ കടൽ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ അവന്റെ പ്രോബ്ലം എന്താണ്? ഹി ഫെൽറ്റ് സെർട്ടൈൻ ദാറ്റ് ഹിസ് വിങ്സ് വുഡ് നെവർ സപ്പോർട്ട് ഹിം. തന്റെ ചിറകുകൾക്ക് തന്നെ താങ്ങി നിർത്താനാകുമോ എന്ന് അവൻ പേടിച്ചു. കാരണം അവന്റെ ഹി ഫെൽറ്റ് അതായത് ഹി തോട്ട് ഹിസ് വിങ്സ് വുഡ് നെവർ സപ്പോർട്ട് ഹിം. അവന്റെ ചിറകുകൾ അവന് ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല എന്നാണ് അവന് തോന്നുന്നത്. കാരണം ലാക്ക് ഓഫ് കോൺഫിഡൻസ്. അവന്റെ കഴിവിൽ എന്തില്ല? കോൺഫിഡൻസ് ഇല്ല. സോ ഹി ബെൻഡ് ഹിസ് ഹെഡ് ആൻഡ് റാൻ അവേ ബാക്ക് ടു ദ ലിറ്റിൽ ഹോൾ അണ്ടർ ദ ലെഡ്ജ് വെർ ഹി സ്ലെപ്റ്റ് അറ്റ് നൈറ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവൻ ഭയപ്പെട്ടു. അതോടെ അവൻ ആ ലെഡ്ജിന്റെ താഴെയുള്ള വിടവിലേക്ക് ഓടിപ്പോയി. അന്ന് രാത്രി അവൻ അവിടെ കിടന്നുറങ്ങി എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് പാരാഗ്രാഫിൽ ഈ സ്റ്റോറിയുടെ കഥാപാത്രത്തെ കണ്ടു. ഇനി ആരാ സ്റ്റോറിയുടെ കഥാപാത്രം? സീഗലാണ്. അതുപോലെ തന്നെ ഈ സ്റ്റോറി നടക്കുന്നത് എവിടെയാന്ന് മനസ്സിലായി. സ്റ്റോറിയുടെ സെറ്റിംഗ്സ്, പ്ലേസ് അല്ലെ, എവിടെയാണ്? ലെഡ്ജ്. പിന്നെ ഈ സ്റ്റോറിയിലെ അതർ ക്യാരക്ടേഴ്സ് ആരൊക്കെയാ പറഞ്ഞത്? അദ്ദേഹത്തിന്റെ സിബ്ലിങ്സ്. എന്താ സിബ്ലിങ്സ് എന്ന് പറഞ്ഞാല്? ബ്രദേഴ്സ്, സിസ്റ്റർ. അപ്പൊ എത്ര ബ്രദേഴ്സ് ഉണ്ട്? ഹൗ മെനി ബ്രദേഴ്സ്? 2 brothers ആണ് യങ് സീഗലിനുള്ളത്. അതുപോലെ തന്നെ ഒരു സിസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ മെയിൻ ആയിട്ടുള്ള സംഭവം അവന്റെ പേടി. Why was the young seagull afraid to fly? That is the first question. Okay, first questionന്റെ ആൻസർ നമുക്ക് നോക്കിയാലോ. Why was the young seagull afraid to fly? എന്തുകൊണ്ടാണ് കടൽ കാക്ക പറക്കാൻ ഭയപ്പെട്ടത്? എന്താ കാരണം?
The seagull was afraid to fly because below him. അത് നമ്മൾ നേരത്തെ കണ്ടതാണ്. എന്താണ് ബെനീത്ത് എന്ന് പറഞ്ഞാൽ ബിലോ അല്ലെ. അപ്പൊ അവന്റെ താഴെയായിട്ട് എന്ത് ചെയ്യുന്നു, തനിക്ക് താഴെ പരന്നു കിടക്കുന്ന കടലിനെ അവന് പേടിയാണ്. ഫസ്റ്റ് അവന് പേടിയുള്ളതാണ് വാസ്റ്റ് സീ, ഇതാണ് ദ ഗ്രേറ്റ് എക്സ്പാൻസ് ഓഫ് സീ, അതായത് വാസ്റ്റ് സീ. പിന്നെ രണ്ടാമത്തെ എന്താ പ്രശ്നം, ഹി തോട്ട് ഹിസ് വിങ്സ് വുഡ് നെവർ സപ്പോർട്ട് ഹിം. രണ്ടാമത്തെ കാര്യം അവന്റെ ചിറകുകൾ അവനെ സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളത്. ആൻഡ് ഹി വുഡ് ഫാൾ ഇൻ ടു സീ ആൻഡ് ഡൈ. അഥവാ അവനങ്ങനെ പറന്നു കഴിഞ്ഞാൽ ചിറകുകൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക, അവൻ മരിച്ചു പോകുമെന്ന് അവൻ പേടിക്കുകയാണ്. കാരണം കടലിലേക്ക് വീണ് മരിച്ചു പോകുമെന്ന് പേടിച്ചത് കൊണ്ടാണ് അവന് പറക്കാൻ പേടി. അപ്പൊ അത് മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് പറക്കാൻ പേടിയെന്നൊക്കെ. അപ്പോ ഈ വെല്ലുവിളി നേരിട്ടെങ്കിൽ മാത്രമേ, അത് അതിജീവിച്ചെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സീഗലിന് പറക്കാൻ സാധിക്കുള്ളൂ. അതെങ്ങനെ അവന് അതിജീവിക്കുക എന്ന് നോക്കാം. Look at the second paragraph. Even when each of his brothers and his little sister, whose wings were shorter than his own, ran to the brink, flapped their wings and flew away, he failed to muster up courage to take that plunge which appeared to him so desperate. His father and mother had become around, calling to him shrilly, scolding him, threatening to let him starve on his ledge unless he flew away. But for the life of him, he could not move. What is the second paragraph? Even when each of his brothers and his little sister, നമ്മൾ പറഞ്ഞു അവനക്ക് എത്ര സഹോദരന്മാരുള്ളത്, 2 സഹോദരന്മാരാണ്. അപ്പൊ അവന്റെ സഹോദരന്മാർക്കും സഹോദരിക്കും അവനേക്കാൾ ചെറിയ ചിറകുകളാണ് ഉണ്ടായിരുന്നത്. വിങ്സ് വേർ ഫാർ ഷോർട്ടർ ദാൻ ഹിസ് ഓൺ, അല്ലെ. അവന്റെ ചിറകുകളേക്കാൾ ചെറിയ ചിറകായിരുന്നു അവർക്കുണ്ടായിരുന്നത്. എന്നിട്ടും അവരെന്ത് ചെയ്തു, ചിറകുകൾ വിരിക്കുന്നതൊക്കെ കണ്ടിട്ടും അതുപോലെ പറക്കാൻ അവന് ധൈര്യമുണ്ടായില്ല. അവർ റാൻ ടു ദ ബ്രിങ്ക്, ആ ലെഡ്ജിന്റെ അറ്റത്തേക്ക് പോകും. ആൻഡ് ഫ്ലാപ്ഡ് ദെയർ വിങ്സ്, അവരുടെ ചിറകുകൾ വിടർത്തും. ആൻഡ് ഫ്ലൂ എവേ, എന്നിട്ട് അവർ പറക്കും. അതൊക്കെ കണ്ടിട്ടും ഹി ഫെയിൽ ടു മസ്റ്റർ അപ്പ് കറേജ്, നമ്മുടെ യങ് സീഗലിന് പറക്കാനുള്ള ധൈര്യം ഉണ്ടായില്ല എന്നാണ് പറഞ്ഞത്. അവൻ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. ആൻഡ് വിച്ച് അപ്പിയർഡ് ടു ഹിം ഡെസ്പറേറ്റ്, ശരിക്കും അവൻ ഡെസ്പറേറ്റ് എന്ന അവൻ നിരാശയോട് കൂടി തന്നെ, മസ്റപ്പ് എന്ന് പറഞ്ഞാൽ അവന് അവന് ആ ധൈര്യം സംഭരിക്കാൻ സാധിച്ചില്ല. ദെൻ വിച്ച് അപ്പിയർഡ് ടു ഹിം ഡെസ്പറേറ്റ്, അവൻ ഒന്ന് ശ്രമിക്കും, ബട്ട് അവസാനം അവനക്ക് എന്താ തോന്നുക, സോ ഡെസ്പറേറ്റ്, അവനാകെ നിരാശയായി തിരിച്ചു പോരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹിസ് ഫാദർ ആൻഡ് മദർ, അത് അടുത്ത ക്യാരക്ടേഴ്സ് വരും നമ്മൾ സ്റ്റോറിയിലേക്ക്. ആരൊക്കെയാണ്? ഫാദർ ആൻഡ് മദർ ഹാഡ് എ കം അറൌണ്ട് കോളിംഗ് ടു ഹിം ശ്രില്ലി, അവന് ചുറ്റും നടന്നുകൊണ്ട് കോളിംഗ് ടു ഹിം ശ്രില്ലി. എന്താ ശ്രില്ലി മീൻസ്? ശ്രില്ലി എന്ന് പറഞ്ഞാൽ നേരത്തെ ശബ്ദത്തിൽ, ആ പക്ഷികളുടെ സൗണ്ട് ഉണ്ടല്ലോ, പിച്ച്ഡ് വോയിസ്, ആ സൗണ്ടിൽ അവനെ ഉറക്കെ വിളിക്കും ചുറ്റും നടന്നുകൊണ്ട്. ആൻഡ് സ്കോൾഡിങ് ഹിം, സ്കോൾഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അവനെ വഴക്ക് പറയും. ആൻഡ് ത്രെട്ടണിങ് ടു ലെറ്റ് ഹിം സ്റ്റാർവ് ഓൺ ഹിസ് ലെറ്റ്, ഭീഷണിപ്പെടുത്തുക ചെയ്യും. എന്താ ഭീഷണിപ്പെടുത്തുന്നത്? അവനെ പട്ടിണിക്കുമിടുന്ന് ഭീഷണിപ്പെടുത്തുക. അതായത് സ്റ്റാർവ് എന്ന് പറഞ്ഞാൽ പട്ടിണിക്കിടുക. അൺലെസ് ഹി ഫ്ലൂ അവേ, എന്ത് ചെയ്തില്ലെങ്കിൽ, അവൻ പറന്നില്ലെങ്കിൽ അവനെ പട്ടിണിക്കിടും, അവനെ ചീത്ത പറയുകയൊക്കെ ചെയ്തു. അവരെ കൊണ്ട് പറ്റുന്നതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. ബട്ട് ഫോർ ദ ലൈഫ് ഓഫ് ഹിം, പക്ഷെ ജീവനുള്ളിടത്തോളം കാലം ഹി കുഡ് നോട്ട് മൂവ്, അവനെന്ത് ചെയ്തില്ല, അവന് അവിടുന്ന് അനങ്ങാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞത്. അപ്പൊ അവന് ജീവന് പേടിയുള്ളത് കാരണമാണ് എന്ത് ചെയ്ത് അവന് അവിടുന്ന് അനങ്ങാതിരുന്നത്. അപ്പൊ ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. വാട്ട് ഡിഡ് ദ പാരന്റ്സ് ഡു ടു മോട്ടിവേറ്റ് ദ യങ് ബേർഡ് when it failed to muster up enough courage to fly? ആ കൊച്ചുകിളിക്ക് പറക്കാൻ വേണ്ടത് ധൈര്യം നൽകാൻ കഴിയാതെ വന്നപ്പോൾ അവനെ പ്രചോദിപ്പിക്കാനായിട്ട് അവന്റെ മാതാപിതാക്കൾ എന്തൊക്കെയാണ് ചെയ്തത്, അവനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് അവന്റെ മാതാപിതാക്കൾ എന്തൊക്കെയാണ് ചെയ്തത്? അത് സെക്കൻഡ് പാരഗ്രാഫിൽ ശരിക്കും പറയുന്നുണ്ട്. ഫാദറും മദറും എന്താ ചെയ്ത്? They came around calling to him loudly, അല്ലെ, ഉച്ചത്തിൽ അവനെ വിളിച്ചുകൊണ്ട് അവന് ചുറ്റും പറന്നു. കൂടാതെ അവരെന്ത് ചെയ്തു? അവർ ഭീഷണിപ്പെടുത്തിയില്ലേ? They scolded him and threatening to let him starve on his ledge, അവന്റെ ആ ലെഡ്ജിൽ അവനെ പട്ടിണിക്കിടും, പറന്നില്ലെങ്കിൽ അവനെ പട്ടിണിക്കിടും വരെ അവനെ പറഞ്ഞുകൊണ്ട് അവന് ഭീഷണിപ്പെടുത്തി. എന്നിട്ട് അവൻ പറക്കൊന്നും ചെയ്തില്ല. പക്ഷെ നമ്മുടെ പേരൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതാ, നീ പറക്കണ്ട, നീ എവിടേക്കും പോകണ്ട, ഞാൻ നിനക്കുള്ള ഭക്ഷണം എത്തിച്ചു തരാം എന്ന് പറഞ്ഞ് അവർ പോവാണ് ചെയ്യുക. പക്ഷെ ഇവിടെ നല്ല പാരൻസ് ആയതുകൊണ്ട് അവരെന്ത് ചെയ്തു? ആ പക്ഷി എന്നും ഒരാൾ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് ജീവിക്കാൻ സാധിക്കില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് യങ് സീഗലിന് പറന്നില്ലെങ്കിൽ
ജീവിതത്തിൽ ഒന്നും നേടാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ പാരന്റ്സ് അവനെ ഭീഷണിപ്പെടുത്തി, അതുപോലെ തന്നെ വഴക്ക് പറയുകയൊക്കെ ചെയ്തത്. അപ്പൊ അങ്ങനെയാണ് മോട്ടിവേറ്റ് ചെയ്തത്. ഇനി മൂന്നാമത്തെ പാരഗ്രാഫ്. That was 24 hours ago. Since then, nobody had come near him. The day before, all day long, he had watched his parents flying about with his brothers and sisters, perfecting them in the art of flight, teaching them how to skim the waves and how to dive for fish. He had, in fact, seen his older brother catch his first herring and devour it, standing on a rock, while his parents circled around raising a proud cackle. And all the morning the whole family had walked about on the big plateau midway down the opposite cliff, laughing at his cowardice. Third paragraph. That was 24 hours ago എന്നാണ് പറഞ്ഞത്. 24 hours ago എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ മുമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? This was yesterday അല്ലേ? അത് ഇന്നലെയായിരുന്നു, കഴിഞ്ഞ ദിവസമായിരുന്നു ആ സംഭവം നടന്നിരുന്നത്. സിൻസ് ദെൻ, അപ്പൊ അതിനുശേഷം നോബഡി ഹാഡ് എ കം നിയർ ഹിം, ഒരാൾ പോലും അവന്റെ അടുത്തേക്ക് വന്നിട്ടില്ല. ദ ഡേ ബിഫോർ, അവനാണെങ്കിലോ അന്ന് മുഴുവൻ, ദ ഡേ ബിഫോർ എന്ന് പറഞ്ഞാല് അന്നത്തെ ആ ദിവസവും, അതുപോലെ തന്നെ all day long he had watched his parents flying about his brothers and sisters. അന്നത്തെ ദിവസം മുഴുവനും അവൻ അവന്റെ പാരന്റ്സിനെ തന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അവന്റെ പാരന്റ്സ് എന്താ ചെയ്യുന്നത്? അവന്റെ ബ്രദേഴ്സിനെയും സിസ്റ്ററിനെയും പറക്കാൻ പഠിപ്പിക്കുകയായിരുന്നു. പെർഫെക്റ്റിംഗ് ദം ഇൻ ദ ആർട്ട് ഓഫ് ഫ്ലൈറ്റ്, ആ പറക്കുന്നതിനെ കുറിച്ച് അവർക്ക് പഠിപ്പിക്കുകയായിരുന്നു. എന്തൊക്കെയാ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത്? ടീച്ചിങ് ദം ഹൗ ടു സ്കിം ദ വേവ്സ്, തിരമാലകളെ വകഞ്ഞു മാറ്റിയിട്ട് എങ്ങനെ പറക്കാം. അതുപോലെ തന്നെ ഹൗ ടു ഡൈവ് ഫോർ ഫിഷ്, ഊളിയിട്ട് മീൻ പിടിക്കുന്നത് എങ്ങനെ, ഇതൊക്കെയാണ് അവരെ പഠിപ്പിച്ചു കൊടുത്തിരുന്നത്. ഹി ഹാഡ് ഇൻ ഫാക്ട് സീൻ ഹിസ് ഓൾഡർ ബ്രദർ, അതേ സമയം തന്നെ അവൻ കാണുന്നുണ്ടായിരുന്നു എന്ത്? അവന്റെ ഓൾഡർ ബ്രദർ, അത് ഓൾഡർ ബ്രദറിന്റെ മൂത്ത സഹോദരൻ ക്യാച്ച് ഹിസ് ഫസ്റ്റ് ഹിയറിംഗ്, ആദ്യത്തെ മീൻ പിടിക്കുന്നതും അത് ഭക്ഷിക്കുന്നതും, അതൊരു പാറയുടെ മുകളിൽ നിന്നിട്ട് ഭക്ഷിക്കുന്നതും കൂടാതെ ഹിസ് പാരന്റ്സ് സർക്കിൾഡ് അറൗണ്ട് റൈസിംഗ് എ പ്രൗഡ് കാക്കിൾ, അവൻ മീൻ പിടിക്കുന്നതും ഭക്ഷിക്കുന്നതും അവന്റെ മകൻ ആദ്യമായിട്ട് ഒരു ഇരയെ പിടിക്കുന്നത് കണ്ട സന്തോഷത്തിലായിരുന്നു അവന്റെ പാരന്റ്സ്. അവർ അഭിമാനത്തോടെ അവനെ വട്ടമിട്ട് പറക്കുന്നുണ്ടായിരുന്നു. അപ്പൊ മൂത്ത സഹോദരൻ മീൻ പിടിക്കുന്നത് കണ്ട് മറ്റുള്ളവർ അഭിമാനത്തോടു കൂടി അവനെ വട്ടമിട്ട് പറക്കും, ഒരു പ്രത്യേക സൗണ്ട് ഉണ്ടാക്കിയിട്ടാണ് പറഞ്ഞിരുന്നത്. ആൻഡ് ഓൾ ദ മോർണിംഗ്, അന്നത്തെ രാവിലെ മുഴുവൻ the whole family had walked about on the big plateau midway down the opposite cliff. രാവിലെ മുഴുവൻ അവൻ എതിർവശത്തെ പാറക്കെട്ടിൽ പറന്ന് നടന്ന് അവർ ഒരുമിച്ച് ഇളയ സഹോദരന്റെ ഭീരുത്വത്തെ കളിയാക്കി. അതായത് അവരെന്ത് ചെയ്യുന്നത്? midway down the opposite cliff, laughing at his cowardice. അപ്പൊ യങ് സീഗലിന്റെ ഭീരുത്വത്തെ കളിയാക്കിക്കൊണ്ട് അവർ തൊട്ടപ്പുറത്തുള്ള ആ ക്ലിഫില് ഉണ്ടായിരുന്നു രാവിലെ മുഴുവനും. അതിനകത്തൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടല്ലോ. ആ ക്വസ്റ്റ്യൻ എന്താ? ഹൗ ഡിഡ് ദ പാരന്റ്സ് സപ്പോർട്ട് ആൻഡ് എൻകറേജ് ദ യങ് സീഗൽസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ? എങ്ങനെയാണ് അവന്റെ പാരന്റ്സ്, യങ് സീഗലിന്റെ പാരന്റ്സ് ആരൊക്കെ സപ്പോർട്ട് ചെയ്തത്? അവന്റെ ബ്രദേഴ്സിനെയും അതുപോലെ തന്നെ സിസ്റ്ററിനെയും എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്തത്? എങ്ങനെയാണ് ആ കൊച്ചു പക്ഷിയുടെ സഹോദരങ്ങളെ അവരുടെ മാതാപിതാക്കൾ സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തത്? അവരെന്തൊക്കെയാ പഠിപ്പിച്ചു കൊടുത്തത്? ദേ ഫ്ലൂ അബൌട്ട് വിത്ത് ദം, അല്ലെ? അവർ എന്ത് ചെയ്തു? ആ മക്കൾക്കൊപ്പം പറന്നു. ആൻഡ് ട്രൈങ് ടു പെർഫെക്റ്റ് ദം ഇൻ ദ ആർട്ട് ഓഫ് ഫ്ലൈറ്റ്, കൂടാതെ ആ കലയിൽ, പറക്കുക എന്നുള്ള കലയിൽ അവരെ പ്രാവീണ്യമുള്ളതാക്കി മാറ്റി. അതെങ്ങനെയാ മാറ്റുന്നത്? തിരമാലകൾ, they taught them how to skim the waves, തിരമാലകളെ വകഞ്ഞു മാറ്റി എങ്ങനെ പറക്കാം എന്നുള്ളതും, ആൻഡ് how to dive for fish, ഊളിയിട്ട് മീൻ പിടിക്കുന്നത് എങ്ങനെയെന്നും ഒക്കെ അവർ മക്കളെ പഠിപ്പിച്ചു. അപ്പൊ മക്കളെ പഠിപ്പിച്ച 3 കാര്യങ്ങളാണ്. ഒന്ന്, പറക്കൽ എന്നുള്ള കല അവരെ പെർഫെക്റ്റ് ആക്കി മാറ്റി. പെർഫെക്റ്റ് എങ്ങനെ, അതിലെങ്ങനെയാണ് അവർ പെർഫെക്റ്റ് ആവുന്നത്? ആർട്ട് ഓഫ് ഫ്ലൈറ്റ്, അതാണ് പറക്കൽ എന്നുള്ള കല. പിന്നെ അതുപോലെ തന്നെ സ്കിം ദ ഡൈവ്സ്, അല്ലെ? തിരമാലകൾ എങ്ങനെ വകഞ്ഞു മാറ്റാം എന്നുള്ളത്. ആൻഡ് ഡൈവ് ഫോർ ഫിഷ്, ഡൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ അറിയാലോ, ഊളിയിട്ടിട്ട് എങ്ങനെയാണ് മീൻ പിടിക്കുക എന്നുള്ളതൊക്കെയാണ് അവരെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. Look at the next paragraph. The sun was now ascending the sky, blazing warmly on his ledge that faced the south. He felt the heat because he had not eaten since the previous nightfall.
Then he had found a dried piece of mackerel's tail at the far end of his ledge. Now there was not a single scrap of food left. He had searched every inch, rooting among the rough, dirt-caked straw nest where he and his brothers and sister had been hatched. He even gnawed at the dried piece of eggshell. It was like eating a part of himself. ഈ നെക്സ്റ്റ് പാരഗ്രാഫ് എന്താ പറയുന്നത്? നമുക്ക് ഈ സ്റ്റോറി നടക്കുന്ന പ്ലേസ് കറക്റ്റ് ആയിട്ട് കിട്ടും ഈ പാരഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ. The sun was now ascending the sky. അപ്പൊ ഈ സെന്റൻസ് നോക്കിയാൽ നമുക്ക് ഈ ടൈം എപ്പോഴാണ് മനസ്സിലാവും. ഈ സ്റ്റോറി നടക്കുന്ന ടൈം എപ്പോഴാണ്? അസെൻഡിങ് ദ സ്കൈ. അസെൻഡിങ് എന്ന് പറഞ്ഞാൽ കയറുക എന്നാണ്. അപ്പൊ ഇവിടെ സ്കൈയില് സൂര്യൻ ആകാശത്തേക്ക് കയറി എന്ന് പറയുന്ന സമയം എപ്പോഴാണ്? ഇറങ്ങലല്ല, കയറില്. ദാറ്റ് ഈസ് ദ മോർണിംഗ് അല്ലെ. അപ്പോൾ ശരിക്കും മോർണിംഗ് ടൈം ആണ് ഇവിടെ പറയുന്നത്. മോർണിംഗിലാണ് ഡേ ബ്രേക്ക് എന്ന് പറയാം, സൂര്യൻ ഉദിച്ചു വരുന്ന സമയം. ബ്ലേസിംഗ് വാംലി ഓൺ ഹിസ് ലെഡ്ജ് ദാറ്റ് ഫേസ്ഡ് ദ സൗത്ത്. അപ്പൊ സൗത്തിലേക്ക് അഭിമുഖമായി നിൽക്കുന്ന അവന്റെ ആ ലെഡ്ജ് ശരിക്കും ചൂട് കൊണ്ട് ജ്വലിക്കുന്നുണ്ടായിരുന്നു. ഹി ഫെൽറ്റ് ദ ഹീറ്റ്. അപ്പൊ നമ്മുടെ യങ് സീഗലിന് ചൂട് തോന്നി. അസഹ്യമായി തോന്നാനുള്ള കാരണം എന്താണ്? ഹി ഹാഡ് നോട്ട് ഈറ്റൻ സിൻസ് ദ പ്രീവിയസ് നൈറ്റ് ഫോൾ. കഴിഞ്ഞ രാത്രി ഒന്നും അവൻ കഴിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ അവന് ചൂട് അസഹ്യമായി തോന്നി. Then he had found a dried piece of mackerel's tail at the far end of his ledge. അങ്ങനെ അവസാനം അവൻ കണ്ടെത്തിയ ഒരു സാധനം, ഇത് ഡ്രൈഡ് പീസ് ഓഫ് മാക്കറൽസ്, ഒരു ഉണങ്ങിയ മാക്കറലിന്റെ വാലിന്റെ കഷ്ണം. മാക്കറൽ എന്ന് പറഞ്ഞ എന്താ? അയില. അയിലയുടെ വാലിന്റെ കഷ്ണം അവൻ കണ്ടെത്തി. അതും എവിടുന്നാ കണ്ടെത്തിയത്? ദ ഫാർ എൻഡ് ഓഫ് ഹിസ് ലെഡ്ജ്. അവന്റെ ആ ലെഡ്ജിന്റെ, അതായത് ആ പാറക്കെട്ടിന്റെ അങ്ങേ അറ്റത്തായിട്ട്. നൗ ദർ വാസ് നോട്ട് എ സിംഗിൾ സ്ക്രാപ്പ് ഓഫ് ഫുഡ് ലെഫ്റ്റ്. അതല്ലാതെ അവിടെ ഒരു ഭക്ഷണത്തിന്റെ അവശിഷ്ടവും ബാക്കി ഉണ്ടായിരുന്നില്ല, അവിടെ ഫുഡും ഉണ്ടായിരുന്നില്ല. ഈ ഹാഡ് സെർച്ച്ഡ് എവറി ഇഞ്ച്. അവൻ ഓരോ മൂലയും അവൻ തെരഞ്ഞു നോക്കി. റൂട്ടിംഗ് എമംഗ് ദ റഫ് ഡേർട്ട് കേക്ക്ഡ് സ്ട്രോ നെസ്റ്റ് where he and his brothers and sister had been hatched. അവനും അവന്റെ ബ്രദറും സിസ്റ്ററും ഒക്കെ വിരിഞ്ഞുണ്ടായ ആ വൃത്തികെട്ട വൈക്കോലിന്റെ കൂട് വരെ അവൻ തെരഞ്ഞു നോക്കി. അവിടം വരെ അവൻ തെരഞ്ഞു നോക്കി. അപ്പൊ അവിടെ നിന്ന് എന്താ കിട്ടിയത്? ഹി ഈവൻ നെയ്വ്ഡ് അറ്റ് ദ ഡ്രൈഡ് പീസ് ഓഫ് എഗ്ഷെൽ. അവിടുന്ന് മുട്ടത്തോലാണ് അവന് കിട്ടിയത്. അവൻ നെയ്വ് ചെയ്തു. നെയ്വ് എന്ന് പറഞ്ഞാൽ അവന് മുൻപല്ലുകൊണ്ട് കാർന്ന് തിന്നുക. അപ്പൊ ആ മുട്ടത്തോൽ അത്രയും വിശപ്പ് അവന് സഹിക്കാൻ പറ്റുന്നില്ല. ആ മുട്ടത്തോൽ വരെ അവൻ കാർന്ന് തിന്നാൻ തുടങ്ങി. പക്ഷെ കിട്ടുമോ? ഉണങ്ങി വരേണ്ട മുട്ടത്തോടിൽ നിന്ന് വരെ എന്തെങ്കിലും കിട്ടുമോ? അത് ആ മുട്ടത്തോടിൽ എന്തെങ്കിലും അവശിഷ്ടങ്ങൾ ബാക്കിയുണ്ടോ നോക്കാൻ വേണ്ടി അതുവരെ അവൻ കാർന്നു. ബട്ട് ഇറ്റ് വാസ് ലൈക്ക് ഈറ്റിംഗ് എ പാർട്ട് ഓഫ് ഹിംസെൽഫ്. പക്ഷെ അത് അവന്റെ തന്നെ ഒരു ഭാഗം കഴിക്കുന്നത് പോലെയായിരുന്നത്. അതവന് കഴിക്കാൻ സാധിച്ചില്ല. അവന്റെ തന്നെ ഒരു ഭാഗം കഴിക്കുന്നത് പോലെയാണ് അവന് തോന്നിയത്. ഇവിടെയും ഉണ്ട് ഒരു ക്വസ്റ്റ്യൻ. നമ്മുടെ യങ് സീഗലിന്റെ പാത്തറ്റിക് കണ്ടീഷൻ ആണ് ചോദിക്കുന്നത്. അപ്പൊ ഈ പാരഗ്രാഫ് നമുക്ക് യങ് സീഗലിന്റെ അവസ്ഥ മനസ്സിലായല്ലോ. അവനെ പട്ടിണിക്കിട്ടു. ഇതിന്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല ശരിക്കും അല്ലെ. അവനെ പട്ടിണിക്കിടുകയാണ് ചെയ്തത്. അപ്പൊ സൈറ്റ് ആൻ ഇൻസ്റ്റന്റ് വിച്ച് ഷോസ് ദ പാത്തറ്റിക് കണ്ടീഷൻ ഓഫ് ദി യങ് ബേർഡ്. ആ ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. ആ കുഞ്ഞിക്കിളിയുടെ, അതായത് നമ്മുടെ യങ് സീഗലിന്റെ ദാരുണമായ അവസ്ഥ, പാത്തറ്റിക്, പിറ്റിയബിൾ, വളരെ ദയനീയമായ അവസ്ഥ കാണിക്കുന്ന സന്ദർഭം ഏത്? അപ്പൊ ഈ പാരഗ്രാഫ് മൊത്തം അവന്റെ ദയനീയമായിട്ടുള്ള സന്ദർഭമാണ്. കാരണം വെൻ ദ സൺ വാസ് ഷൈനിങ് ഹോട്ട്, ശരിക്കും രാത്രി മുഴുവൻ ഒന്നും കഴിക്കാത്തത് കൊണ്ട് അവൻ എന്ത് ഫീൽ ചെയ്തു? സൂര്യന്റെ ചൂട് കൊണ്ട് അവനാകെ തളർന്നു പോയി അല്ലെ. വെൻ ദ സൺ വാസ് ഷൈനിങ് ഹോട്ട് ദ യങ് ബേർഡ് ഫെൽറ്റ് ദ ഹീറ്റ് all the more because he had not eaten anything since yesterday's night. അതൊക്കെ അവിടെ പറഞ്ഞിട്ട് he felt the heat because he had not eaten since the previous night fall. അപ്പൊ കഴിഞ്ഞ രാത്രി ഒന്നും കഴിക്കാത്തത് കൊണ്ട് അവൻ നന്നായിട്ട് ചൂട് അനുഭവപ്പെട്ടു. പിന്നെ അവൻ എന്തായിരുന്നു? ചൂട് അനുഭവപ്പെട്ടു. കൂടാതെ കഴിഞ്ഞ രാത്രി കഴിച്ചിട്ടുള്ള വിശപ്പും അസഹനീയമാണ്. അപ്പോ he searched every corner of the ledge. ആ ലെഡ്ജിന്റെ ഓരോ മൂലയിലും അവൻ അരിച്ചു പെറുക്കി. ബട്ട് നോട്ട് എ സ്ക്രാപ്പ് ഓഫ് ഫുഡ് വാസ് ഫൗണ്ട്. എന്തെങ്കിലും കണ്ടെത്താൻ സാധിച്ചോ? അവനൊരു ഫുഡും കണ്ടെത്താൻ സാധിച്ചില്ല. അവസാനം കണ്ടെത്തിയത് ഡ്രൈഡ് പീസ് ഓഫ് മാക്കറൽസ് ടെയിൽ ആണ്. അത് അവന് തിന്നാനും കഴിഞ്ഞില്ല. പിന്നെ he even gnawed at the dried piece of eggshell from which he and his brothers and sister were hatched. കൂടാതെ താനും തന്റെ സഹോദരങ്ങളും വിരിഞ്ഞിറങ്ങിയ ഉണങ്ങിയ മുട്ടത്തോടുകൾ വരെ കരണ്ട് തിന്നാൻ അവന് ശ്രമിച്ചു. അതെങ്ങനെയായിരുന്നു തോന്നിയത്? ഇറ്റ് വാസ് ലൈക്ക് ഈറ്റിംഗ് എ പാർട്ട് ഓഫ് ഹിംസെൽഫ് അല്ലെ. തന്റെ തന്നെ ഒരു ഭാഗം തിന്നുന്നത് പോലെയായിരുന്നു അവന് തോന്നിയത്. അപ്പൊ 3 സിറ്റുവേഷൻ ആണ് ഇവിടെ പറയുന്നത് പാത്തറ്റിക് കണ്ടീഷൻ. ഒന്ന് അവന് ഹീറ്റ്, അതായത് ചൂട്,
സഹിക്കാൻ പറ്റാത്തതായിരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം നോട്ട് എ സിംഗിൾ സ്ക്രാപ്പ് ഓഫ് ഫുഡ്, ഒരു ഫുഡും അവന് കണ്ടെത്താൻ സാധിച്ചില്ല. പിന്നെ കിട്ടിയ ഫുഡ് എന്തായിരുന്നു? അവൻ ശ്രമിച്ചത് he tried to eat the dried piece of eggshell that he and his brothers sister ഒക്കെ ഹാച്ച് ചെയ്തു. അവര് വിരിഞ്ഞുണ്ടായ ആ മുട്ടത്തോട് വരെ അവൻ കാർന്നു തിന്നാൻ ശ്രമിച്ചു. അപ്പൊ തിന്നാൻ അവന് സാധിച്ചോ? അവന് തിന്നാൻ സാധിച്ചില്ല. ഇത്രയും പാത്തറ്റിക് കണ്ടീഷനാണ് ഈ പാരഗ്രാഫിനകത്ത് പറയുന്നത്. Look at the next paragraph. He then trotted back and forth from one end of the ledge to the other, his long grey legs stepping daintily, trying to and find some means of reaching his parents without having to fly. But on each side of him the ledge ended in a sheer fall of precipice, with the sea beneath, and between him and his parents there was a deep wide crack. യങ് സീഗലിന് എങ്ങനെയെങ്കിലും അവന്റെ പാരന്റ്സിന്റെ അടുത്ത് എത്തണം. അപ്പൊ അവൻ എന്തൊക്കെയാ ചെയ്യുന്നത്? അവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നെ കണ്ട, ഹൗ ഡിഡ് ദ ബേർഡ് ട്രൈ ടു റീച്ച് ഹിസ് പാരന്റ്സ് വിത്തൗട്ട് ഹാവിംഗ് ടു ഫ്ലൈ? ഹി ദെൻ ട്രോട്ടഡ് ബാക്ക് ആൻഡ് ഫോർത്ത്. വാട്ട് ഈസ് മീൻ ബൈ ട്രോത്ത്? ട്രോട്ടഡ് മീൻസ് ചാടി പോവുക, ചാടി നടക്കുക എന്നൊക്കെ ഉള്ളതാണ്. അപ്പോ ഈ യങ് സീഗൽ അവന്റെ ആ ലെഡ്ജിൽ നിന്ന് ഒരു അറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് അവൻ ഓടി നടക്കുകയാണ് ചെയ്യുന്നത്. From one end of the ledge to the other, his long grey legs stepping daintily. ആ ഓടി നടക്കുന്നതിനിടയിലും അവന്റെ ആ നീളമുള്ള ഗ്രേ കാലുകൾ വളരെ കെയർഫുൾ ആയിട്ടാണ് അവൻ വെക്കുന്നത്. Trying to find some means of reaching his parents. എന്തിനു വേണ്ടിയാ ഓടി നടക്കുന്നത്? Try to find, അവൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. Some means of reaching his parents without having to fly. പറക്കാതെ അവന്റെ പാരന്റ്സിന്റെ അടുത്തേക്ക് എത്താനുള്ള മാർഗങ്ങൾ അന്വേഷിക്കുകയാണ് അവൻ ചെയ്യുന്നത്. But on each side of him, പക്ഷെ അവൻ ചെല്ലുന്ന ഓരോ ഭാഗത്തും the ledge അവസാനിക്കുന്ന എങ്ങനെയാണ്? ആ ലെഡ്ജ് അവസാനിക്കുന്നത് ended in a sheer fall of precipice. precipice എന്ന കിഴുക്കാൻ തൂക്കായ പാറ, വളരെ ചെരിഞ്ഞ ആ ഒരു പാറക്കെട്ടിലാണ് അത് അവസാനിക്കുന്നത്. with the sea beneath, താഴെയാണെങ്കിലോ below the sea, അല്ലെ, വിശാലമായ കടലും. And between him and his parents, പിന്നെ അവന്റെയും അവന്റെ പാരന്റ്സിന്റെയും ഇടയിൽ there was a deep wide crack, നല്ല അഗാധതയിലുള്ള വിശാലമായ ഒരു വിടവും കൂടിയാണുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ആ വിടവ് അവന് കടക്കണമെന്നുണ്ടെങ്കിൽ he has to fly, അവന് പറക്കൽ നിർബന്ധമാണ്. അവൻ പറക്കാതെ എങ്ങനെയെങ്കിലും എത്താൻ സാധിക്കുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. അപ്പൊ നോക്കാലോ, how did the bird try to reach his parents without having to fly എന്നുള്ളതിന്റെ ആൻസർ എന്താന്നുള്ളത്. അപ്പൊ അഞ്ചാമത്തെ ക്വസ്റ്റിന്റെ മീനിങ്, എങ്ങനെയാണ് ആ പക്ഷി പറക്കാതെ തന്റെ മാതാപിതാക്കളുടെ അടുത്തെത്താൻ ശ്രമിച്ചത് എന്നാണ്. അപ്പൊ എങ്ങനെയാ ശ്രമിച്ചത്? he trotted back and forth from one end of the ledge to the other, അല്ലെ, ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് പോവാണ്. അതും ഇങ്ങനെ trying to find some means of reaching his parents without flying, പറക്കാതെ എത്തണം. അപ്പൊ അതിന് ചെയ്യുന്നത് each side of him the ledge ended in a sheer fall of precipice with the sea under there was a deep wide crack between him and his parents. അവൻ നിന്നിരുന്ന ആ തട്ടിന്റെ, അതായത് ലെഡ്ജിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് കുതിക്കുക, പിന്നെ പറക്കാതെ മാതാപിതാക്കളുടെ എത്തുമെന്ന് നോക്കി. അതാണ് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നു എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. പക്ഷേ ഓടി നടക്കാൻ സാധിച്ചോ? അതിന്റെ അരികിലായിട്ട് എന്താണുള്ളത്? കിഴക്കാൻ തൂക്കായ പാറയാണ്, അതിന് താഴെ കടലുമാണ്. അവന് അവന്റെ മാതാപിതാക്കൾക്കിടയിൽ വിശാലമായ ഒരു വിടവ് ഉള്ളൊരു ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് തന്നെ അവന് പറക്കാതെ അവന്റെ മാതാപിതാക്കളുടെ അടുത്തേക്ക് എത്താൻ പറ്റില്ല. നെക്സ്റ്റ് പാരഗ്രാഫ്. Surely he could reach them without flying if he could only move northwards along the cliff face. But then on what could he walk? There was no ledge, and he was not a fly, and above him he could see nothing. The precipice was sheer, and the top of it was perhaps farther away than the sea beneath him. ഈ പാരഗ്രാഫ് എന്താ പറയുന്നത്? മലഞ്ചെരിവിലൂടെ മാത്രം വടക്കോട്ട് നീങ്ങാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും അവന് പറക്കാതെ അവരുടെ അടുത്തെത്താൻ സാധിക്കുമായിരുന്നു. he could reach them without flying. എങ്ങനെയാണെങ്കിൽ അവന് പറക്കാതെ അവരുടെ പാരന്റ്സിന്റെ അടുത്ത് എത്താൻ സാധിക്കുമായിരുന്നു. എങ്ങനെയാണെങ്കിൽ if he could only move northwards along the cliff face, ആ ക്ലിഫ് ഫേസ് മലഞ്ചെരിവിന്റെ വടക്ക് ഭാഗത്തു കൂടെ മാത്രം അവന് നടക്കാൻ സാധിക്കുമെങ്കിൽ. ബട്ട് ദെൻ, പക്ഷേ എന്താണ് പറ്റിയത്? എന്നാൽ പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? ഓൺ വാട്ട് കുഡ് ഹി വാക്ക്, അവൻ എങ്ങനെ നടക്കും? അതിലൂടെ നടക്കാൻ സാധിക്കുമോ? there was no ledge, അവിടെ എന്തില്ല?
ഒരു ലഡ്ജും ഇല്ല, നടക്കാൻ പറ്റിയ സ്ഥലമില്ല. ആൻഡ് ഹി വാസ് നോട്ട് എ ഫ്ലൈ. പിന്നെയാണെങ്കിലോ ഹി കുഡ് നോട്ട് ഫ്ലൈ, അവനാണെങ്കിൽ പറക്കാനും കഴിയില്ല. Above him he could see nothing. അപ്പൊ അതിന് അവൻക്കാണെങ്കിൽ നടക്കാനുള്ള ഒരു മാർഗം, അതായത് പറക്കാതെ എങ്ങനെയെങ്കിലും അവിടേക്ക് എത്താനുള്ള ഒരു മാർഗം അവന് കാണാൻ സാധിക്കുന്നില്ല. മുകളിലുമില്ല. The precipice was sheer and the top of it was perhaps the farther away than the sea beneath him. ആ precipice എന്നാല് ആ കേൾക്കാൻ തൂക്കായത് വളരെയധികം ചെരിഞ്ഞാണ് കിടക്കുന്നത്. കൂടാതെ അതിന്റെ മുകളിലായിട്ടാണെങ്കിലോ അതിന്റെ മുകൾ ഭാഗം കടലിനേക്കാൾ അകലെയായിരിക്കുന്നതാണ് പറഞ്ഞത്. farther away than the sea beneath him. താഴെ അവന് സമുദ്രമാണ് കാണുന്നത്, അതിനേക്കാൾ അകലെയായിട്ടാണ് ശരിക്കും ഈ precipiceഉം കാണാൻ സാധിക്കുന്നത്. അപ്പൊ അവന് അതുകൊണ്ട് പറഞ്ഞേ മതിയാകൂ. അപ്പൊ അതിനകത്തുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? Why could the seagull not succeed in his attempt? എന്തുകൊണ്ടാണ് കടൽ കാക്കയ്ക്ക് തന്റെ ഉദ്യമത്തിൽ വിജയിക്കാൻ കഴിയാതിരുന്നത്? കടൽ കാക്ക ഒരുപാട് ശ്രമിച്ചു, പക്ഷെ എന്നിട്ടും പറ്റുന്നില്ല. കാരണം എന്താണ്? The seagull could not succeed in attempt because there was nothing to work on that would bring him to his parents. ശരിക്കും അവന്റെ പാരന്റ്സിന്റെ അടുത്തേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അവനക്ക് എന്തില്ല? നടക്കാൻ പറ്റിയൊരു മാർഗം അവിടെ ഇല്ല. പകരം എന്താണ്? എ ഡീപ്പ് വൈഡ് ക്രാക്ക് ആണ് സെപ്പറേറ്റഡ് ഹിം ആൻഡ് ഹിസ് പാരന്റ്സ്. അല്ലെ, അവനെയും അവന്റെ പാരന്റ്സിനെയും വേർതിരിക്കുന്ന എന്തായിരുന്നു? ഒരു വലിയ വിടവാണ്. There was no way for him to reach the except flying to them. അതുകൊണ്ട് തന്നെ അവൻ he has to fly. അതാണ് സംഭവം. Why could the seagull not succeed? ആ അറ്റംപ്റ്റിൽ വിജയിക്കാതിരിക്കാനുള്ള കാരണം എന്താണ്? Without flying he could not reach his parents. പറക്കാതെ ഒരിക്കലും അവൻ എന്ത് ചെയ്യാൻ പറ്റില്ല? അവന്റെ പാരന്റ്സിന്റെ അടുത്തേക്ക് എത്താൻ സാധിക്കില്ല. കാരണം there was no way to walk. നടക്കാനുള്ള ഒരു മാർഗമൊന്നും അവിടെ ഇല്ല, ഒരു ലെഡ്ജ് ഇല്ല. അതുപോലെ തന്നെ precipice ആണെങ്കിൽ വളരെ ഷിയർ ആണ്, വളരെ ചെരിഞ്ഞ് അല്ലെങ്കിൽ തൂക്കായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അടിയിലാണെങ്കിലോ വിശാലമായ സമുദ്രം. അപ്പൊ അവർക്കിടയിലെ വലിയൊരു ക്രാക്ക്, ആ ഒരു വിടവ് നികത്തണം എന്നുണ്ടെങ്കിൽ, നികത്തി അവൻ അപ്പുറത്തേക്ക് കടക്കണമെങ്കിൽ he has to fly. അവൻ എന്ത് ചെയ്യണം? പറന്നേ മതിയാകൂ. Look at the next paragraph. He stepped slowly out to the brink of the ledge and standing on one leg with the other leg hidden under his wings, he closed one eye, then the other, and pretended to be falling asleep. Still they took no notice of him. He saw his two brothers and his sister lying on the plateau dozing with their heads sunk into their necks. His father was preening the feathers on his white back. Only his mother was looking at him. What is his next plan? നമ്മുടെ യങ് സീഗലിന്റെ നെക്സ്റ്റ് പ്ലാൻ, അടുത്ത പ്ലാൻ എന്താ നോക്കിയേ. He stepped slowly out to the brink of the ledge. അവൻ വളരെ സാവധാനം ആ ലെഡ്ജിന്റെ വക്കിലേക്ക് നിന്നു. ആൻഡ് സ്റ്റാൻഡിങ് ഓൺ വൺ ലെഗ് വിത്ത് അതർ ലെഗ് ഹിഡൻ അണ്ടർ ഹിസ് വിങ്സ്. പിന്നീട് അവൻ എന്താ ചെയ്ത്? ഒരു കാല് ചിറകിനടിയിൽ വെച്ച് അവൻ ഒറ്റക്കാലിൽ നിൽക്കാൻ തുടങ്ങി. സ്റ്റാൻഡിങ് ഓൺ വൺ ലെഗ് വിത്ത് എങ്ങനെയാണ്? അതർ ലെഗ് ഹിഡൻ അണ്ടർ ഹിസ് വിങ്, മറ്റേ കാല് ചിറകിന്റെ അടിയിൽ വെച്ചിട്ട്. ഹി ക്ലോസ്ഡ് വൺ ഐ, എന്നിട്ട് ഒരു കണ്ണ് അടച്ചു. then the other, എന്നിട്ട് മറ്റേ കണ്ണും അടച്ചു. and pretend to be falling asleep, ഉറങ്ങുന്നതായിട്ട് അവൻ അഭിനയിച്ചു. still they took no notice him. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും അവന്റെ മാതാപിതാക്കൾ അവനെ ശ്രദ്ധിക്കാനേ പോയില്ല. he saw his two brothers and sister lying on the plateau dozing. തന്റെ സഹോദരങ്ങൾ ആ പീഠഭൂമിയിൽ കിടന്ന് മയങ്ങുന്നത് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. with their head sunk into their neck. സാധാരണ പക്ഷികൾ കിടന്നുറങ്ങുന്ന അങ്ങനെയാണല്ലോ, അവരുടെ നെക്ക് എവിടേക്കും ചിറകിന്റെ ഉള്ളിലാക്കി വെച്ചിട്ട്. ഹിസ് ഫാദർ വാസ് preening the feathers on his white back. അവന്റെ അച്ഛനാണെങ്കിലോ ചിറകുകളൊക്കെ കൊത്തി വൃത്തിയാക്കുകയാണ്. പ്രീണിങ് പറഞ്ഞാൽ അവന്റെ ചിറകുകൾ കൊത്തി വൃത്തിയാക്കുന്നതിനാണ് പറയാം. ഓൺലി ഹിസ് മദർ വാസ് ലുക്കിംഗ് അറ്റ് ഹിം. ആര് മാത്രമേ അവനെ നോക്കുന്നുണ്ടായിരുന്നുള്ളൂ? അമ്മ മാത്രമേ അവനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നുള്ളൂ, അവനെ നോക്കിയിരിക്കുന്നുണ്ടുള്ളൂ. അതാണ് അമ്മ. കാരണം എത്ര മാത്രം മക്കള് എന്ത് ചെയ്താലും, ചീത്ത കാര്യങ്ങൾ ചെയ്താലും അമ്മ മക്കളെ വളരെയധികം ശ്രദ്ധിക്കും. നെക്സ്റ്റ് പാരഗ്രാഫും കൂടെ നോക്കുക. She was standing on a little high hump on the plateau, her white breast thrust forward. Now and again she tore at a piece of fish that lay at her feet, and then scraped each side of her beak on the rock. The sight of the food maddened him. How he loved to tear food that way, scraping his beak now and again to wet it. He uttered a low cackle. His mother cackled too and looked at him. She was standing on a little high hump on the plateau. Who is she here?
എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ് ഈ ഒരു സെന്റൻസ് തന്നു കഴിഞ്ഞിട്ട് ഇതിൽ ആരാണ് ഷീ എന്നുള്ളത്. ആരാ അവിടെ ഷീ? നിങ്ങൾക്ക് മനസ്സിലായി കാണും ആരാണ് ഷീ? മദർ സീഗൽ അല്ലെ? ആ സീഗലിന്റെ നമ്മുടെ കഥാപാത്രത്തിന്റെ അമ്മയാണ് യങ് സീഗലിന്റെ അമ്മ, അതായത് മദർ സീഗലാണ് ഷീ എന്ന് പറഞ്ഞത്. ഷീ വാസ് സ്റ്റാൻഡിങ് ഓൺ എ ലിറ്റിൽ ഹൈ ഹംപ് ഓൺ ദ പ്ലേറ്റോ. ആ പ്ലേറ്റോ പറഞ്ഞ സമതലം, ആ സമതലത്തിലെ കുറച്ച് ഉയർന്ന ഭാഗത്തായിരുന്നു അമ്മ നിന്നിരുന്നത്. ഹെർ വൈറ്റ് ബ്രസ്റ്റ് ത്രസ്റ്റ് ഫോർവേഡ്. അവളുടെ വെളുത്ത നെഞ്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ടായിരുന്നു. നൗ ആൻഡ് അഗെയിൻ ഷീ ടോർ അറ്റ് എ പീസ് ഓഫ് ഫിഷ് ദാറ്റ് ലേ അറ്റ് ഹെർ ഫീറ്റ്. ഇടയ്ക്കിടയ്ക്ക് അവൾ ഒരു കഷ്ണം മീന് കാലിനടിയിലിട്ട് കീറുന്നുണ്ടായിരുന്നു. ആൻഡ് ദെൻ, അപ്പൊ അതിനുശേഷം ഷീ സ്ക്രാപ്ഡ് ഈച്ച് സൈഡ് ഓഫ് ഹെർ ബീക്ക് ഓൺ ദ റോക്ക്. എന്താ ചെയ്യുന്നത്? അവൾ തന്റെ കൊക്കുകൾ കല്ലിൽ ചുരണ്ടി മൂർച്ച വെപ്പിക്കുന്നുണ്ടായിരുന്നു. ദ സൈറ്റ് ഓഫ് ദ ഫുഡ് മാഡൻഡ് ഹിം. അപ്പൊ ആ ഫുഡും അതുപോലെ തന്നെ അവർ കാണിക്കുന്ന ആക്ഷൻസ് കണ്ടപ്പോ, ഭക്ഷണത്തിന്റെ ആ ഒരു കാഴ്ച കണ്ടപ്പോ നമ്മുടെ യങ് സീഗലിന് ആകെ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയായി. ഭക്ഷണം കണ്ടതോടുകൂടി അവന് ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായി. ഹൗ ഹി ലവ്ഡ് ടു ടിയർ ദ ഫുഡ് ദാറ്റ് അവേ. ആ ഭക്ഷണം കീറി മുറിക്കാനും അതുപോലെ തന്നെ അവൻ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട്. ടു ടിയർ ദാറ്റ് ഫുഡ് ദാറ്റ് അവേ, ഭക്ഷണം കീറി മുറിക്കാന്. അതുപോലെ സ്ക്രേപ്പിംഗ് ഹിസ് ബീക്ക് നൗ ആൻഡ് അഗൈൻ ടു വെറ്റ് ഇറ്റ്. അത് കീറി മുറിക്കുന്നതിന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് അവന്റെ കൊക്കുകൾ കല്ലിൽ ഉരസി എന്ത് ചെയ്യണം? മൂർച്ച വെപ്പിക്കാനും അവൻ കൊതിച്ചു. ഹി അറ്റേഡ് എ ലോ കാക്കിൾ. അവൻ ഒരു ചെറിയ ശബ്ദമുണ്ടാക്കി, പതിയെ ഒരു ശബ്ദമുണ്ടാക്കി. ഹിസ് മദർ കാക്കിൾഡ് ടു. അതേ ശബ്ദം അവന്റെ അമ്മയും തിരിച്ചുണ്ടാക്കി. ആൻഡ് ലുക്ക്ഡ് അറ്റ് ഹിം. എന്നിട്ട് അവനെ നോക്കി. അപ്പൊ ഇവിടെ അമ്മയുടെ ആ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ആക്ഷൻ എന്തൊക്കെയാണ് അമ്മ ചെയ്യുന്നത്? ഇത്രയും സംഭവങ്ങൾ ചെയ്തിട്ടും അമ്മ അവനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഈ ഫുഡ് കണ്ടിട്ടെങ്കിലും എന്ത് ചെയ്യണം? അവന് പറന്നു വരണം എന്നാണ് പറഞ്ഞത്. അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ആ ക്വസ്റ്റ്യനും കൂടെ നോക്കാം. ഇനി നമുക്ക് അതിനകത്തുള്ള ആ ക്വസ്റ്റ്യൻ നോക്കാം. ഡു യു തിങ്ക് ദാറ്റ് യങ് സീഗൽസ് പാരന്റ്സ് വേർ ക്രൂവൽ? ആ കുഞ്ഞിക്കിളിയുടെ മാതാപിതാക്കൾ ക്രൂരരാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്നാ ചോദിക്കുന്നത്. നമ്മുടെ യങ് സീഗലിന്റെ മാതാപിതാക്കൾ ക്രൂരരാണോ? അവനെ 24 മണിക്കൂറായിട്ട് പട്ടിണിക്കിടാണ്, ഒറ്റയ്ക്ക് അവിടെ നിർത്തി, ബാക്കിയുള്ളവരൊക്കെ അപ്പുറത്ത് പോയിട്ട് നല്ല എൻജോയ് ചെയ്യാണ് ചെയ്യുന്നത്. കൂടാതെ പറക്കാനൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവർ ദുഷ്ടരായതുകൊണ്ടാണോ? എന്താ ആൻസർ വരിക? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നോ, ഐ ഡോണ്ട് തിങ്ക് സോ. എനിക്ക് എന്തായാലും അങ്ങനെ തോന്നുന്നില്ല. ദേ വർ നോട്ട് ക്രൂവൽ. അവർ ക്രൂരരല്ല, പകരം എന്താണ്? ദേ വർ വെരി വൈസ് അല്ലെ? അവർ നല്ല ബുദ്ധിമാന്മാരാണ്. എന്തിനു വേണ്ടിയാ യങ് സീഗലിന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാണ്? ടു ബിക്കം ദ യങ് സീഗൽ ഇൻഡിപെൻഡന്റ് അല്ലെ? ഇൻഡിപെൻഡന്റ് ആവണം, സെൽഫ് സഫീഷ്യന്റ് ആവണം, സ്വയം പര്യാപ്തനാവണം. ആര്? യങ് സീഗൽ. ഒറ്റയ്ക്ക് ഭക്ഷണം തേടി പിടിച്ച് കണ്ടെത്തി കൊണ്ടുവരണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്, അവന് സ്വന്തം കാലിൽ നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഒരു ക്രൂരലാണോ? ഒരു മോട്ടിവേറ്റ് ചെയ്യാണ്. ആൻഡ് എൻകറേജ് ചെയ്യും അല്ലെ? ടു ഫ്ലൈ, പറക്കുന്നതിന് വേണ്ടി എൻകറേജ് ചെയ്യുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു. ഒരിക്കലും അവര് ക്രൂരരല്ല. അപ്പൊ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ് അടുത്ത വീഡിയോയിൽ ഉണ്ടായിരിക്കും. താങ്ക് യു. Thanks for watching. Please comment, like and subscribe.